വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ +1 പൊളിറ്റിക്കൽ സയൻസിലെ 10ാമത്തെ പാഠമായിട്ടുള്ള ലാസ്റ്റ് ടൈം റിവിഷൻ ആണ്. ഫസ്റ്റ് പാർട്ടിലെ അവസാന പാഠമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം, ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ പാഠം. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തേത് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ ചോദ്യം വരും. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള ഏതെങ്കിലും 3 വിമർശനങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ ചോദിക്കാവുന്നതാണ് നമ്മുടെ ഭരണഘടനയിലെ അല്ലേ അതിൻ്റെ തത്വശാസ്ത്രം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം വിശകലനം ചെയ്യുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്നത്. 4 ചോദ്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇതിൽ പറയുന്നത്. ഈ 4 ചോദ്യങ്ങൾ തന്നെ നോക്കി വെച്ചാൽ ഈ പാഠം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ അമിത പ്രാധാന്യം നൽകുന്നു, കുടുംബത്തിനകത്തെ ലിംഗനീതി പരിഗണിച്ചിട്ടില്ല, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തേണ്ട ചില അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിമർശനങ്ങൾ. രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഭരണഘടനയ്ക്കെതിരെ ഏതെങ്കിലും 3 വിമർശനങ്ങൾ എഴുതുക. ഇത് ഒതുക്കമില്ലാത്തതാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭരണഘടനയെയും ഒതുങ്ങിയ ഒരു പ്രമാണം എന്ന സങ്കല്പമാണ് വേണ്ടത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണെന്നാണ് വിമർശനം. എന്നാൽ അമേരിക്ക പോലെയുള്ള ഒതുങ്ങിയ ഭരണഘടനയുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ പോലും ഇത് സത്യമല്ല. വിശദാംശങ്ങൾ, പ്രയോഗങ്ങൾ, പ്രസ്താവനകൾ എന്നിവ ധാരാളമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം വലുപ്പമുള്ളതാണ്. ലെങ്തി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തി ആണെന്നുള്ളത്. അതുപോലെ തന്നെ പ്രാതിനിധ്യമില്ലാത്തതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഭരണഘടന നിർമ്മാണ സഭ അല്ലായിരുന്നു. ഓക്കെ, ഇതിലെ സമൂഹത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എന്നായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ആൾക്കാർ വരേണ്യവർഗക്കാരായിരുന്നു. ഓക്കെ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതുപോലെ തന്നെ ഇത് ധാരാളം രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള 10-14ഓളം രാജ്യങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലാണ്. നമ്മുടെ ഭരണഘടനയിലെ പല വകുപ്പുകളും വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണ്. എന്നാൽ ഇതൊരു അന്ധമായിട്ടുള്ള അനുകരണമായിരുന്നില്ല, ആശയം മാത്രമാണ് കടമെടുത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. പാശ്ചാത്യ മൂല്യങ്ങൾ ഇന്ത്യൻ മൂല്യങ്ങളെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് എന്ന് ഈ വിമർശനത്തിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്. ദെൻ ഭരണഘടന എന്നത് നിയമങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല, അതൊരു തത്വശാസ്ത്രമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വ്യക്തി സ്വാതന്ത്ര്യം. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭരണഘടന അതിന് കൊടുക്കുന്ന മൂല്യങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം, ഓക്കെ, അതിന് കൊടുക്കുന്ന മൂല്യങ്ങൾ. ദെൻ രണ്ടാമത്തെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് നിരവധി നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കുന്ന, അതുപോലെ തന്നെ അയിത്തം ഒഴിവാക്കിയത്, പട്ടികജാതി പട്ടികവർഗക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമനിർമ്മാണ സഭയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കൊക്കെ സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ഭരണഘടനാ സംവരണം ഉറപ്പുവരുത്തി. ഇതെല്ലാം സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് ബാധകമായിട്ടുള്ളതാണ്. ഇനി വൈവിധ്യങ്ങളെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും ബഹുമാനിക്കുന്നത് ഭരണഘടനയിൽ നമുക്ക് കാണാൻ പറ്റും. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളെ ബഹുമാനിക്കാനും. ഇന്ത്യൻ വൈവിധ്യങ്ങളുടെ നാടാണെന്ന് നമുക്കറിയാം. ഭാഷ, ആചാരം, വേഷം എന്നിവ ഇന്ത്യയിൽ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന വൈവിധ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ സമുദായങ്ങൾക്കിടയിൽ തുല്യ ബഹുമാനത്തോടെയുള്ള ഇന്ത്യൻ ഭരണഘടന പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി മതേതരത്വം, ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ മതേതരത്തിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള മതേതരത്വമാണ് ഇന്ത്യൻ മതേതരത്വം. മതപരിഷ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മൈനോറിറ്റീസിന് പ്രത്യേക സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. മതേതരത്വങ്ങൾ വ്യക്തികളിൽ നിന്ന് അടിച്ചേൽപ്പിക്കും. ഓക്കെ, മതതത്വങ്ങൾ വ്യക്തികളെ അടിച്ചേൽപ്പിക്കുന്നത് തടഞ്ഞു. ഇനി സാർവത്രിക യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നുള്ള ഏതൊരു പൗരനും 18 വയസ്സായിട്ടുള്ള ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ ദേശീയ സ്വത്വം, ഭരണഘടന ദേശീയ സ്വത്വത്തെ ഉറപ്പിക്കുന്നു. അതോടൊപ്പം പ്രാദേശിക സ്വത്വങ്ങളെയും മതപരമായ സ്വത്വങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സ്വത്വങ്ങൾ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് ഭരണഘടന ലക്ഷ്യമിടുന്നത്. വ്യത്യസ്ത സ്വത്വങ്ങളിൽ സഹവർത്തിത്വം ആണ് ഇത് രൂപപ്പെടുത്തുന്നത്
എന്നുള്ള, അതുപോലെ തന്നെ ഫെഡറലിസം എന്നുള്ളത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അന്തരങ്ങൾ നിലനിൽക്കുന്നു. ഈ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി കാണുന്നതോടൊപ്പം ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം നമുക്കുണ്ട്. വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷാവസ്ഥയാണ് അഥവാ പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനാണ് ശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം എന്ന ആശയം എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.